അമരമ്പലത്തെ UDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച VP അഫീഫയെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. 5-നെതിരെ 17 വോട്ടുകൾക്കാണ് VP അഫീഫ തെരഞ്ഞെടുക്കപ്പെട്ടത്. അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അഫീഫ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രചോദനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. രാവിലെ 10 മണിക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDFലെ VP അഫീഫയെ നൊട്ടത്ത് മുഹമ്മദ് നിർദ്ദേശിക്കുകയും ബിന്ദു ടീച്ചർ പിന്താങ്ങുകയും ചെയ്തു. LDFലെ മുനീഷ കടവത്തിനെ ഇല്ലിക്കൽ ഹുസൈൻ നിർദ്ദേശിക്കുകയും PK ഭീന പിന്താങ്ങുകയും ചെയ്തു. രണ്ടാം ഊഴത്തിൽ VP അഫീഫ പഞ്ചായത്തിന്റെ അധ്യക്ഷ പദത്തിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് എന്ന ഖ്യാതി കൂടി സ്വന്തമാക്കി. MCom ബിരുദധാരിയായ അഫീഫ 2020 പൂക്കോട്ടുംപാടം വാർഡിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് അംഗം, ജില്ലാ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ജനാധിപത്യത്തിന്റെ വളരെ സുന്ദരമായ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഞാനിന്ന് ഈ അമരമ്പലം ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ പദവിയിലെത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് അമരമ്പലം ജനങ്ങളോടാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷക്കാലം ജനപ്രതിയാകാൻ സഹായിച്ച എൻ്റെ പൂക്കോട്ടുംപാടം വാർഡിലെയും അതേപോലെ ഇപ്രാവശ്യം എന്നെ ഈ ഒരു അധികാരത്തിൻ്റെ ഇതിലെത്തിച്ച എൻ്റെ കൂറ്റമ്പാറയിലെ പ്രിയപ്പെട്ട ആളുകളോടും ഏറെ കടപ്പെട്ടിരിക്കുന്നത്. അതുപോലെ പ്രസ്ഥാനത്തിനോടും UDFനോടും എല്ലാവരോടും വളരെയധികം കടപ്പെട്ട ഒരു നിമിഷമാണ്. ഈ ഒരു നിമിഷത്തിൽ നമ്മുടെ മുൻകാലങ്ങളിൽ ഞങ്ങൾ വിട്ടുപിരിഞ്ഞു പോയ പ്രിയപ്പെട്ട നേതാക്കന്മാരായ കുഞ്ഞാക്ക, പ്രകാശേട്ടൻ, ആദരണീയ ശിയാബുദങ്ങൾ അവരൊക്കെ സ്മരിക്കുകയാണ്. ഒരു ഭരണസമിതി എന്ന നിലയിൽ ഇനി മുന്നോട്ട് 5 വർഷക്കാലം അമരമ്പലം ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രമായ വികസനത്തിനും ക്ഷേമത്തിനും സേവന രംഗത്തും ഈ 22 ആളടങ്ങുന്ന ഈ ഒരു അമരമ്പലം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി ജനങ്ങളുടെ ഇടയിൽ ജനകീയമായി എല്ലാ വിഷയത്തിലും ഇടപെടും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അദ്ദേഹത്തെ തൊട്ട് നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു അധ്യക്ഷ പദവിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സഹായവും പ്രാർത്ഥനയും പിന്തുണയും എല്ലാ 5 വർഷവും വേണം. അത് ഈ ഒരു നിമിഷത്തിൽ ആത്മാർത്ഥമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുണ്ടാവുമെന്ന പ്രതീക്ഷയോടും കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ 22 മെമ്പർമാർക്കും നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹം തന്ന് ഭരണസമിതിയിലെ നമ്മുടെ നാടിന്റെ നന്മക്കായി പ്രവർത്തിക്കാനുള്ള അനുഗ്രഹം തരണമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ശക്തി അഭിയാൻ കേരളത്തിൽ നിന്നുള്ള 2 പേരിൽ ഒരാൾ കൂടിയാണ് അഫീഫ. പ്രസിഡന്റായ അധികാരമേറ്റ അഫീഫ മറ്റ് വാർഡംഗങ്ങളെ അഭിസംബോധന ചെയ്തു. മുൻ പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ, K രത്നകുമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വരണാധികാരി പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ C അനീഷ്, PA നിഷാദ്, M ഇബ്രാഹിം, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KC ഭിനു, അസിസ്റ്റന്റ് സെക്രട്ടറി B ശിവദാസൻ, ചാന്ദിനി എന്നിവർ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.